ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നലെ ഞാൻ ഒരു റീഡിംഗ് ഇട്ടിട്ടുള്ളൂ. ഇന്നും ഒരു റീഡിംഗ് ഉണ്ടാവുള്ളൂ. ഇന്ന് റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണ്. ഇന്നലെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാം കാണാം നിങ്ങൾ. ഓക്കെ പ്ലീസ്. ഓക്കെ ഓക്കെ, ഞാൻ നാളെയും മറ്റന്നാളും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ റീഡിങ് ജസ്റ്റ് ഞാൻ നോർമൽ എടുക്കാറില്ല. ഇങ്ങനെ ചെറിയ ക്യാമറ കൈ പിടിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ ഞാൻ ചെയ്യുള്ളൂ. ചെറിയ റീഡിങ്സ് ആയിട്ടേ കൊണ്ടുവരുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിങ് ഞാൻ കുറച്ച് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ നോക്കട്ടെ, ഞാൻ ക്വസ്റ്റ്യൻ എടുക്കാം. ആൻഡ് പറയാൻ വന്നൊരു കാര്യം, ഞാൻ പേഴ്സണൽ റീഡിങ്സ് നെക്സ്റ്റ് വീക്ക് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു നമ്പർ ചേഞ്ച് ഉണ്ട്. ഞാനത് നാളെ ഞാൻ പോസ്റ്റ് ചെയ്യാം നമ്പർ. കാരണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാനൊരു യാത്രയിലൊക്കെയാണ്. അപ്പോൾ എനിക്ക് നോക്കാൻ കൂടി പറ്റില്ല മെസ്സേജസ്. അതുകൊണ്ടാണ് ഞാൻ ഒരു 2 ദിവസം കൂടി എന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 4-ാം തീയതിക്ക് ശേഷം ഞാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തൊട്ട് ഞാൻ ബുക്കിങ്സ് എടുക്കാം. ഞാൻ നമ്പർ തരാം. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഞാൻ നമ്പർ ഇടാം. പേഴ്സണൽ റീഡിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് അനൗൺസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പറഞ്ഞൊന്ന് മാത്രം. എനിക്ക് 2 ദിവസം കൂടി എനിക്കൊന്ന് സമയം തരാം. 2-3 ദിവസം ഞാൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് 4th ശേഷം ഞാൻ അവൈലബിൾ ആയിരിക്കും. മെസ്സേജസ് റിപ്ലൈ ഒന്നും തന്നില്ലെങ്കിൽ പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കാരണം നോക്കാൻ പറ്റാണ്ടാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് തന്നെ എടുക്കാം അല്ലേ? അത് മതി. ഓക്കെ, ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനുള്ള ഗൈഡൻസ് നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് നോക്കാം. ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഈ ന്യൂ ഇയർ, ഇന്നലെ എല്ലാവരും ഐ ഹോപ്പ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ന്യൂ ഇയർ കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ഫീലിങ്സ് എന്ന് നോക്കാം. ഓക്കെ, അവരെന്താ ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ ഫീലിങ്സ് എന്ന് നോക്കാം. ലെറ്റ്സ് സീ. The last journey, last judgment, foolish man, 9 of swords, 6 of swords, queen of cups. Wow. Okay, അവര് എന്തെങ്കിലും ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ നോക്കാം. അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ് ആക്ഷൻ പ്രതീക്ഷിക്കാൻ പറ്റാം? ഓക്കെ, വാവ്, ബ്യൂട്ടിഫുൾ. ഐ തിങ്ക് ഇത് കുറച്ച് ദിവസമായിട്ട് വരുന്ന ഒരു എനർജി തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, 1-2 കാര്യങ്ങൾ. ഓക്കെ, എനിക്ക് മെയിനായിട്ട് ഇവിടെ കാണുന്ന കാര്യം പേഴ്സൺ ജഡ്ജ്മെൻ്റ് ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തോ ടെൻഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതിപ്പോൾ 5 of wands ഉണ്ട്, 10 of wands ഉണ്ട്, അല്ല ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അത് അവരുടെ ലൈഫ് റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള അല്ല ഇത്. കാരണം ഇവിടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു കർമ്മ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തോ കർമ്മ ടൈം അനുഭവിക്കുന്നതായിട്ട്, അതായത് ഇപ്പോൾ എന്തെങ്കിലും അവരുടെ ലൈഫിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അവർ ഒരുപാട് ശരിക്കും പരീക്ഷിക്കുന്ന പോലെയാണ്. അതായത് അവർ ശരിക്കും വല്ലാതെ ബേർഡൻ അവരുടെ മേലുണ്ട് എന്ന് പറയാം. എന്തൊക്കെയോ കാര്യത്തിൻ്റെ, അതിപ്പോൾ അറിയില്ല. ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുള്ള ടെൻഷൻ ആയിരിക്കാം, ഫാമിലിയെ കുറിച്ചുള്ള ടെൻഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജനറലി എന്തെങ്കിലും അവർ ബിസി, അങ്ങനത്തെ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരുപാട് സ്ട്രെസ് ടെൻഷനൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ലൈഫിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ഫാമിലിയിലോ വീട്ടിലോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. ഓക്കെ, കാരണം ഇവിടെ ക്വീൻ ഓഫ് വോൺസും ഉണ്ട്. സോ മേ ബി ഫാമിലിയുടെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഇത്. എനിവേ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കുറച്ച് സ്ട്രെസ്സായിട്ട് കാണുന്നുണ്ട്. അവർ ഒരു ജഡ്ജ്മെൻറ്റ് ടൈമാണ്. ഓക്കെ, നിങ്ങൾ പക്ഷേ ഇവിടെ വേറെ രീതിയിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങളോട് അവർ ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറയാം. ഓക്കെ, അവർ മനസ്സിലാക്കുന്നുണ്ട്, അവർ നിങ്ങളുടെ അടുത്ത് ചെയ്ത ചില തെറ്റുകൾ. ഓക്കെ, അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, ഫുളിഷ് മാൻ എന്നാണ്. ഫുളിഷ് നമ്മുടെ ഫുൾ കാർഡാണ്. ഒരു പുതിയ തുടക്കം, അവർ ലൈഫിനെ തന്നെ അവർ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു എന്ന് പറയാം. 9 of swords ഉണ്ട്. പക്ഷെ അവർ ഒരുപാട് സ്ട്രെസ് അടിക്കുക. അതാ ഞാൻ പറഞ്ഞത്, അവർ ഒരുപാട് സ്ട്രെസ്സിലാണ്. ഓക്കെ, അവർക്ക് അതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. ആ സ്ട്രെസ്സെല്ലാം വിട്ട് മാറി ഒന്ന് റിലാക്സ് ചെയ്യണം, ഒന്ന് പുറത്ത് എല്ലാം ഒന്ന് മാറി ഒന്ന് എപ്പോഴാണ് സമാധാനമാവുക എന്നാലോചിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അത് അവർക്ക് ആ ഒരു സമാധാനം കിട്ടുന്നത്, അവർക്കൊരു സന്തോഷം ഫീൽ ചെയ്യുക. അതായത് ഇതിപ്പോൾ നമ്മൾ സക്സസ് എന്ന് പറയാം. 6 of swords നമ്മുടെ സക്സസിൻ്റെ കാർഡാണ്. നമ്മൾ മൂവിങ് ഓൺ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു യാത്ര പോകുന്ന കാര്യമാണ്. ബട്ട് അതല്ല, അതിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ എനിക്ക് നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക എന്ന രീതിക്കാണ്
ചിന്തിക്കാതിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ, ഐ മീൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അത് നിങ്ങൾക്കാണ്. ഓക്കെ, ക്വീൻ ആവണമെന്നില്ല, കിങ് ആയിട്ട് എടുത്തോളൂ. ഓക്കെ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്നെടുത്താൽ മതി. അത്രത്തോളം സ്നേഹമുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു സ്നേഹവും കെയറും കിട്ടുമ്പോഴാണ് അവർക്കൊരു റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അവർ ഈ വളരെ വല്ലാത്ത സ്ട്രെസ്സിലിരിക്കുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു പീസായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയാം. ഐ തിങ്ക് അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നടക്കുന്നതായിരിക്കാം, ബട്ട് അവർക്ക് അപ്പോൾ മനസ്സിലാവുന്നുണ്ട് തന്നെ നിങ്ങൾ അവരെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം അവർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവരിപ്പോഴാണ് മനസ്സിലാക്കുന്ന ചില മീൻസ് അവർക്ക് അറിയാം ഓൾറെഡി, ബട്ട് ഈ സമയത്ത് അവർ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം അവർ കെയർ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് നല്ലോണം അവർക്ക് അറിയാം. ആൻഡ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹം പങ്കുവെക്കാനും കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ സ്റ്റാർ എന്ന് കാണുന്നുണ്ട്, എംപറർ. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷനാണ് ഞാൻ നോക്കിയത്. ആക്ഷൻ എനിക്ക് തോന്നുന്നത് അവർക്ക് ഒരു ആഗ്രഹമുണ്ട്. ഇവിടെയും 9 ഓഫ് കപ്സും ആണ്, സ്റ്റാറും ആണ്. ഇത് രണ്ടും വിഷിൻ്റെ കാർഡാണ്. നമ്മളെന്ന് വെച്ചാൽ നമ്മളൊരു ആഗ്രഹം എന്ന് പറയാം. നിങ്ങളുമായിട്ട് ഒരു മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ലേശം ഈഗോ കാണുന്നുണ്ട്. ഓക്കെ, ഈഗോയിൻ്റെ കാര്യം പറയാം, അല്ലെങ്കിൽ ഓക്കെ ഈഗോ മാറ്റി വെച്ചിട്ട് മേ ബി ഒരു റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. 8 ഓഫ് വാൻഡ്സ് നമ്മുടെ ഫാസ്റ്റ് മൂവിങ് ആക്ഷൻ ആണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം, സംസാരമാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ലേശം ഈഗോ കൊണ്ടായിരിക്കും ഒന്ന് മാറി നിൽക്കുന്നത്, ബട്ട് എനിവേ അവർക്ക് മെസ്സേജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചിലവർക്ക് മാരീഡും ആവാം. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ പാരൻസിൻ്റെ തടസ്സം, അങ്ങനെയും പറയാം. ഓക്കെ, കാരണം ഇവിടെ ക്വീൻ ഓഫ് വാൻഡ്സും ഉണ്ട്. ഓക്കെ, എവിടെയോ ഓക്കെ ഇങ്ങനെയും പറയാൻ തട്ടെ നിങ്ങളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും എല്ലാം അവർ സംസാരിക്കാനും വരാനും മീറ്റ് ചെയ്യാനും എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ ചാരിറ്റും വന്നിട്ടുണ്ട്, മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആ ആഗ്രഹം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, ആക്ഷൻ ആയിട്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് മെയിൻ ആയിട്ട്. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഐ തിങ്ക് വരും, സ്ട്രോങ് ചാൻസസ് ആണ്. ഫീലിങ്സ് യെസ് അവർക്കുണ്ട്. അവർ പക്ഷേ ഐ തിങ്ക് ഇപ്പോൾ സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടാവാം, എന്തെങ്കിലും ഉണ്ടാവാം. ഓക്കെ, ഫാമിലിയിലോ സ്ട്രെസ്സോ, കാരണം ഇവിടെ ഉറക്കം പോലും ഇല്ലാതെ അവർ സ്ട്രെസ് അടിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ബട്ട് അതിലൊക്കെ അവർക്ക് ആ ഒരു സമാധാനം കിട്ടുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുമ്പോഴാണ് അവർക്കൊരു സമാധാനം ഫീൽ ചെയ്യുക. കാരണം നിങ്ങളുടെ കെയർ അവർ അത്രത്തോളം ഐ തിങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. മിക്കവാറും നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടാനുള്ള സാധ്യതയാണ്. രണ്ട് മൂന്ന് കാർഡ് കൂടി എടുത്തേക്കാം. ലാസ്റ്റ് ഹെർമിറ്റ്. ഓക്കെ, സൈലൻസ് ആണ് കാണുന്നത് കൂടുതലും. 9 ഓഫ് വാൻഡ്സ്, ഓഫ് സോർട്സ്, ഹൈറോഫന്റ്. ഫാമിലിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ മെയിനായിട്ട്. സോറി. ഓക്കെ, അത് കാരണം ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ വന്നു എന്ന് വരില്ല. ഓക്കെ, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഈ ന്യൂ ഇയർ സമയത്ത് വന്നില്ലെങ്കിൽ ആരും അപ്സെറ്റ് ആവണ്ട. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് 9 ഓഫ് വാൻഡ്സ് അവരൊരു ചെറിയൊരു ബ്ലോക്കേജ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ആ ബ്ലോക്കേജ് ഇവിടെ ക്വീൻ ഓഫ് സോർട്സ് ആൻഡ് ഹൈറോഫന്റ് ആണ്. എന്ന് വെച്ചാൽ കൂടുതൽ പേർക്കും നിങ്ങൾ കാണുന്നവർ മാരീഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പാരൻസ്. ഓക്കെ, പാരൻസിൻ്റെ ഭാഗത്ത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഐ തിങ്ക് അവരെന്നെ ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അത് ഞാൻ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൽ ഇപ്പം എന്തോ ടെൻഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതിവിടെ ക്വീൻ ഓഫ് സോർട്സ് എനർജി ഉണ്ട്. ക്വീൻ ഓഫ് സോർട്സ് പറയുമ്പോഴും ഒന്നുമില്ലെങ്കിൽ അവരുടെ പാരൻസ് ആവാം, അല്ലെങ്കിൽ വൈഫ് ഓർ ഹസ്ബൻഡ്, രണ്ടും എടുത്തോളൂ, കിങ് ഓർ ക്വീൻ. ഓക്കെ, അതായത് മാരീഡ് ആണെങ്കിൽ അവരുടെ വീട്ടിലെ ഫാമിലിയിൽ എന്തെങ്കിലും ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഐ തിങ്ക് ഒരു സ്ട്രെസ്ഫുൾ ടൈമാണ് അവരുടെ ലൈഫിൽ. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അഗെയിൻ പാരൻസ് ആവാം, വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളാവാം, എന്തോ ആവാട്ടോ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ കാരണം അവർ ഒരു അല്പം നിങ്ങളുടെ അടുത്ത് അകൽച്ച പാലിക്കും ചിലപ്പം. നിങ്ങൾ വിഷമിക്കാൻ നിൽക്കരുത്. മനസ്സിൽ നല്ലോണം ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ സാഹചര്യം കൊണ്ട് ഐ തിങ്ക് അവർ ലേശം ഒന്ന് മാറി നിൽക്കും. കാരണം അവർക്ക് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ വയ്യ. അതാണ് മെയിനായിട്ട്. ഹെർമിറ്റ് പറയുമ്പോൾ നമ്മൾ സൈലൻ്റ് ആയിട്ട് മിണ്ടാതെ മാറിയിരിക്കുന്ന പോലെയാണ്. ഓക്കെ, അവർ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് അത്രയും ഐ തിങ്ക് അവർ ഈ ബേർഡൻ, ഞാൻ നേരത്തെ പറഞ്ഞു 10 ഓഫ് വാൻഡ്സ് ബേർഡൻ പറഞ്ഞു, 9 ഓഫ് സോർട്സ് പറഞ്ഞു, ഉറക്കമില്ലായ്മ പറഞ്ഞു, പല കാര്യത്തിൻ്റെയും അവർക്ക് ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഒന്നും കാണാത്തത്. അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട. ഫീലിങ്സ് വൈസ് യെസ് വളരെ സ്ട്രോങ് ആയിട്ട് ഫീലിംഗ് ആണ്. നിങ്ങളോട് അത്രയും അവർക്ക് സ്നേഹമുണ്ട്. ഓക്കെ, അവരത് എക്സ്പ്രസ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ. പക്ഷെ അവർ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഐ തിങ്ക് അവരെ മൈൻഡ് ഇപ്പോൾ ശരിയല്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് അടിച്ചു പോകും. സോ നിങ്ങൾ വളരെ ശാന്തമായിട്ട് റിയാക്ട് ചെയ്യുക. അവർ മെസ്സേജ് വന്നാൽ തന്നെ നിങ്ങളെ കൂടുതലൊന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ വളരെ ശാന്തമായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അവർക്ക് സമയം കൊടുക്കുക. ഓക്കെ, അവർ പറയുന്നത് ജസ്റ്റ് കേൾക്കുക അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഐ തിങ്ക് അവർക്ക് ഇപ്പോൾ അതാണ് ആവശ്യം. അവർ കേൾക്കാൻ ഒരാൾ വേണ്ടി വരും. അപ്പം അങ്ങനെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മെസ്സേജ് ഇട്ടാൽ തന്നെ അതിനെ നിങ്ങൾ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ,
ഒരു കൂടുതൽ ചെയ്തില്ലല്ലോ, കൂടുതൽ നേരം സംസാരിച്ചില്ലല്ലോ, അങ്ങനെയൊന്നും നിങ്ങൾ കംപ്ലൈൻറ്റ് പറയാതെ ഓക്കെ ഉള്ളതിൽ നിങ്ങൾ കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ സ്റ്റാർട്ടിങ് അല്ലേ, സ്റ്റാർട്ടിങ് അല്ലേ, ഒരു തുടക്കം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് വെക്കാം. ഓക്കെ, നമുക്ക് റൊമാൻസ് ഏഞ്ചൽസും കൂടി നോക്കിയേക്കാം. എക്സ്പ്രസ് യുവർ ലവ് ആൻഡ് വെഡ്ഡിങ് കാണുന്നുണ്ട്. ഓക്കെ, അതാർക്കാന്നറിയില്ല. ഫ്രീ യുവർ സെൽഫ്, കോഡിപെൻഡൻസി. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ്. റീകോൺസിലിയേഷൻ, give your relationship a chance. One last card, keep an open mind and true love. ഞാൻ പറഞ്ഞില്ലേ, ട്രസ്റ്റ് ചെയ്യൂ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യൂ. ഓക്കെ, ഇപ്പം തൽക്കാലം അവർ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് വറി ചെയ്യേണ്ട. ഓക്കെ, അവരുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഈ കോഡിപെൻഡൻസിയിൽ നിന്നൊന്നും നിങ്ങൾ ഫ്രീ ആവുക, അവനവനെ ഫ്രീ ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങൾ ആ പേഴ്സണിനെ തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് നിങ്ങൾ സ്ട്രെസ്സായിട്ട് കാര്യമില്ല. ഓക്കെ, സോ കുറച്ചൊന്ന് നിങ്ങൾ ആ കോഡിപെൻഡൻസിയിൽ നിന്ന് നിങ്ങളൊന്ന് മാറാം. ഓക്കെ, അവർ സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾ അങ്ങനെ വല്ലാതെ ഒരു എന്താ പറയുക, അവരെ അങ്ങനെ ക്ലിങ് ചെയ്ത് നിൽക്കാതിരിക്കുക. ഓക്കെ, ഇപ്പം തൽക്കാലം ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടേക്കുക, നിങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. എന്ന് വെച്ചാൽ അത് വല്ലാത്ത അങ്ങോട്ട് പ്രഷർ ആവണ്ട, ആ രീതിക്കല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ന്യൂ ഇയർ വിഷ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ന്യൂ ഇയർ വിഷ് അയക്കാം. അവിടെ നിങ്ങോട്ട് തിരിച്ച് വന്നോ വന്നില്ലേ ഒന്നും നോക്കാതിരിക്കുക. അത് നിങ്ങളുടെ ഭാഗത്ത് സ്നേഹം കാണിക്കലാണത്. ഓക്കെ, അവർ തിരിച്ച് വന്നാൽ വന്നു, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, ഞാൻ അറ്റ്ലീസ്റ്റ് പറഞ്ഞല്ലോ, ഞാൻ അവിടെ ഉണ്ടെന്ന് ആൾക്ക് അറിയാമല്ലോ, അത്രയ്ക്ക് വേണ്ടി മാത്രം. ഓക്കെ, പക്ഷെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് റിപ്ലൈ വന്നില്ല എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല. ഓക്കെ, വിട്ടേക്കാം. എനിക്ക് സമയം കൊടുക്കാം. ഓക്കെ, അങ്ങനെ എൻ്റെ ഇവിടെ വെഡ്ഡിങ് കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വെഡ്ഡിങ് എന്ന രീതിയിലാവാം, അല്ലെങ്കിൽ ദ സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആക്ച്വലി നേരത്തെ നമ്മൾ കാർഡ്സ് വെച്ചിട്ട് മേ ബി പേഴ്സൺ മാരീഡ് ആവാം, അതുകൊണ്ടുള്ള ചില ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, സോ ഒന്ന് നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കാം. അതുപോലെ അല്ല, ഇപ്പം നിങ്ങൾ തമ്മിലുള്ള മാരേജ് നടക്കാനുള്ള പോസിബിലിറ്റിയുമാണ്, അങ്ങനെയും പറയാം. എനിക്ക് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആൾക്കാരാണെങ്കിൽ റീകോൺസിലിയേഷൻ, യെസ്, നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അകൽച്ചയുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. ഈവൻ അതർവൈസ് ഓക്കെ, അല്ല നിങ്ങൾ എന്ത് ബന്ധമായാലും ശരി, എനിക്ക് നിങ്ങൾ പേഴ്സണായിട്ട് റീകോൺസിലിയേഷൻ പോസിബിൾ ആണ്. ഗിവ് യർ റിലേഷൻഷിപ്പ് എ ചാൻസസ്, അതിനൊരു അവസരം കൊടുക്കൂ ഈ റിലേഷൻഷിപ്പിന്. ഓക്കെ, പക്ഷെ മെല്ലെ ഹാൻഡിൽ ചെയ്യുക, സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. പേഴ്സൺ ഇപ്പം നിങ്ങൾ വിചാരിച്ച പോലെ പ്രതീക്ഷ പോലെ തന്നെ റിയാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക, അങ്ങനെ ഒരു ചെയ്യാതിരിക്കാം. ഓരോരുത്തരും ഓരോ നേച്ചറാണ്, അവിടെ എന്താ അപ്പുറത്ത് നടക്കുന്നത് നമുക്കറിയില്ല. ഓക്കെ, കുറച്ചൊന്ന് ഒരു ഓപ്പൺ മൈൻഡ് വെക്കാം. എന്തും ഓക്കെ, നമുക്ക് വരുന്ന പോലെ നമുക്ക് ഡീൽ ചെയ്യാം. ഒരു അല്പം ഒന്ന് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യൂ. ഓക്കെ, ട്രൂ ലവ് ആണെന്ന് പറയുന്നുണ്ട്, ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ പക്ഷെ നിങ്ങൾ ഈ കോഡിപെൻഡൻസിയിൽ നിന്ന് പുറത്ത് വരാം. ഓക്കെ, പേഴ്സൺ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 10 മെസ്സേജ് അങ്ങോട്ട് തിരിച്ചയക്കാതിരിക്കുക, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അങ്ങനെ വേണ്ട. ഓക്കെ, അവരെവിടെയും ഓടിപ്പോവില്ല. ഈ ലോകം എന്താണ് റൗണ്ട് ആണെന്നല്ലേ പറയാം, എവിടെ പോയാലും തിരിച്ചിങ്ങോട്ട് വരും. ഓക്കെ, നിങ്ങൾ ആ വിശ്വാസം നിങ്ങൾ വെക്കുക. അത് മാത്രമല്ല, അങ്ങനെ ഒരു മെസ്സേജ് അവരിട്ട് നിങ്ങളുടെ അടുത്ത് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ യെസ് സുഖമാണ് എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ നിർത്താൻ പഠിക്കുക നിങ്ങളൊന്ന്. ഓക്കെ, ആ നിങ്ങളുടെ ഒരു കുറച്ചൊരു ആറ്റിറ്റ്യൂഡ് അല്ലാതെ ജസ്റ്റ് നമ്മൾ ശാന്തമായിട്ട് ഡീൽ ചെയ്യുന്ന രീതിയിൽ ഓക്കെ, യെസ് സുഖമാണ് എന്ന് പറയാം. ഓക്കെ, അല്ല ഇപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ഓക്കെ, നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് അവിടെയും സുഖമല്ലേ എന്ന് ചോദിക്കാം. യെസ് ഓക്കെ സുഖമാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താം, കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് സംസാരം വേണ്ട. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഇനീഷ്യേറ്റ് ചെയ്യട്ടെ കുറച്ച്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനും വേണ്ടിയിട്ടല്ല, അതൊന്നും ജയിക്കാൻ വേണ്ടി ചെയ്യല്ല, അങ്ങനെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. പക്ഷെ കുറച്ച് അവരെ കൂടി ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടി മാത്രമാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങളൊന്ന് സ്ലോലി നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്ത് നോക്കൂ. മെസ്സേജ് നിങ്ങൾക്ക് അയക്കാം. ഞാൻ പറഞ്ഞു ന്യൂ ഇയർ ആണ്, വിഷ് അയക്കണ്ടേ. പിന്നെ നിങ്ങൾ സ്നേഹമുള്ള ആൾക്കല്ലാതെ ആർക്ക് അയച്ചിട്ട് എന്താ കാര്യം? സോ അവർക്ക് മെസ്സേജ് ഇടാം, പക്ഷെ റിപ്ലൈ വന്നില്ല നിങ്ങൾ നോക്കാതിരിക്കാം. ഓക്കെ, അത് വിട്ടേക്കാം. ഓക്കെ, വരുമ്പോൾ വരട്ടെ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള കാണിക്കേണ്ടത് കാണിച്ചു, അതല്ലേ സ്നേഹം. ഓക്കെ, അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന രീതിയിൽ അവർക്കൊരു വിഷ്, ഒരു പ്രാർത്ഥന അവർക്ക് വേണ്ടി ചെയ്ത് അയക്കൂ. അതിലിപ്പോൾ എന്താണ്? ഓക്കെ, തിരിച്ച് പക്ഷെ ഒന്നും വരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഇവിടെ അപ്സെറ്റായിട്ട് കരച്ചിലും വീഴ്ചയിലും അങ്ങനെയൊന്നും ആവരുത്. ഓക്കെ, കുറേയൊക്കെ നിങ്ങൾ ഒന്ന് മെച്യൂർ ആവുക കുറച്ചുകൂടെയൊക്കെ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ആൻഡ് നന്ദി, നമസ്കാരം. ഞാൻ 2 ദിവസം ചെറിയ റീഡിങ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോറി, ക്ഷമിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഒരു 4-ാം തീയതി കഴിയുന്നവരെ, 5-ാം തീയതി ആവുന്നവരെ. അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി നോർമൽ ബാക്ക് ടു റൊട്ടീൻ വരും. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.